സുഭാഷിതം. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. I do not pray for these alone, but also for those who believe in me through their word. യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി അവിടുന്ന് പിതാവിനോട് അപേക്ഷിച്ചു എന്ന് ഈ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം മുഴുവനും യേശു കർത്താവിന്റെ ദൈർഘ്യമേറിയ ഒരു പ്രാർത്ഥനയാകുന്നു. ഈ പ്രാർത്ഥനയെ മഹാപുരോഹിത പ്രാർത്ഥന എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ പ്രാർത്ഥനയുടെ യഥാർത്ഥ ഉള്ളടക്കത്തിൽ ഒരിടത്തും യേശു മഹാപുരോഹിതൻ എന്ന വാക്കുകൾ പരാമർശിക്കുന്നില്ല. പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ പാപപരിഹാര ദിനത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം വസിച്ചിരുന്ന അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോയി ജനത്തിനു വേണ്ടി മധ്യസ്ഥത വഹിക്കുമായിരുന്നു. 17-ാം അധ്യായത്തിൽ യേശു തന്റെ പ്രാർത്ഥനയിലുടനീളം മധ്യസ്ഥത വഹിക്കുന്നു. യേശു ലോകത്തിനു വേണ്ടി യാഗമായി തീരുവാൻ പോകുന്നതിന്റെ നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. യേശുവിന്റെ ഈ മഹാപുരോഹിത പ്രാർത്ഥനയെ 3 അടിസ്ഥാന ഭാഗങ്ങളായി തിരിച്ച് പഠിക്കാറുണ്ട്. യേശു തനിക്കു വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ. തന്നോട് കൂടെയിരുന്ന ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് 6 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥിച്ചിരിക്കുന്നത്. നാം കുറിവാക്യമായി വായിച്ച 20-ാം വാക്യത്തിൽ പറയുന്നത് യേശുവിന്റെ അനുയായികൾ ഭാവിയിൽ പറയാൻ പോകുന്ന വചനത്തിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും അപേക്ഷിക്കുന്നു എന്ന്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യേശു കർത്താവിൽ വിശ്വസിച്ച് സഭയുടെ അംഗങ്ങളായി തീരുവാൻ പോകുന്ന വിശ്വാസികൾക്കായിട്ടാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത്. അവിടുത്തെ മഹത്വത്തിനായി നാം വിശുദ്ധിയിൽ ഒന്നിക്കണമെന്നാണ് യേശു പ്രാർത്ഥിച്ചത്. ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മെ നിത്യജീവനിലേക്ക് എത്തിക്കുന്നു. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നാം എന്താണ് ചെയ്യേണ്ടതെന്ന് 3-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, നീ അവന് നൽകിയിട്ടുള്ള എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. വീണ്ടും പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു. തന്നെയുമല്ല, പ്രാർത്ഥനയിലുടനീളം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തുന്നു, പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തുന്നു. ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ശിഷ്യന്മാർക്ക് മഹത്വം നൽകുന്ന യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെയും തന്നിൽ വിശ്വസിക്കുന്നവരെയും മഹത്വപ്പെടുത്തണമെന്നും അവരെ സൂക്ഷിക്കണമെന്നും വിശുദ്ധീകരിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. തന്നെയുമല്ല, എല്ലാവരും ഒന്നാകേണ്ടതിനുള്ള വാഞ്ചയും വെളിപ്പെടുത്തുന്നു. 21-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരുമാകേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ഇച്ഛ 24-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, പിതാവേ, നീ ലോകസ്ഥാപനത്തിനു മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്തും അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ദൈവത്തിന്റെ അഗാധമായ സ്നേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ് 26-ാം വാക്യത്തിൽ. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. എത്ര ആഴമേറിയ മഹത്തായ പ്രാർത്ഥനയാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹവും അവിടുത്തെ മഹത്വവും ദൈവത്തോട് ഒന്നാകാനുള്ള പദവിയും സ്വർഗരാജ്യത്തിലെത്തിക്കുന്ന നിത്യജീവനുമാകുന്നു. അത് നഷ്ടമാക്കി കളയാതെ നമുക്ക് യേശു കർത്താവിൽ വിശ്വസിക്കാം. കർത്താവിനോടൊന്ന് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി നിത്യതയിലെത്താം. God bless you all with these words.